ആദ്യം നമുക്ക് മന്ത്രി മുഹമ്മദ് റിയാസിന്റെ വാക്കുകളിലേക്ക് വരാം. വയനാട്ടിൽ ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ വിശദമായ പഠനം ആവശ്യപ്പെടുകയാണ് മന്ത്രി മുഹമ്മദ് റിയാസ്. 2000 കോടി പുനർനിർമ്മാണത്തിന് വേണ്ടി മാത്രം വേണ്ടിവരും. ഇതിലും വലിയ സഹായമാണ് കേന്ദ്രത്തിൽ നിന്നും കേരളം പ്രതീക്ഷിക്കുന്നത്. ക്യാമ്പിൽ നിന്നും ആളുകളെ ഉടൻ തന്നെ വാടക വീട്ടിലേക്ക് മാറ്റുമെന്ന് മന്ത്രി പറയുന്നു. 251 വീടുകളുടെ ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. ഒപ്പം കേന്ദ്ര സഹായം ഉടനടി പ്രഖ്യാപിക്കുമെന്നും വളരെ ശുഭാപ്തി വിശ്വാസത്തിലാണ് സർക്കാർ മുന്നോട്ട് പോകുന്നതെന്നും മന്ത്രി പറയുന്നു. ഒപ്പം ഈ ആളുകളെ മാറ്റിപ്പാർപ്പിക്കുന്നതിനൊപ്പം തന്നെ അവർക്ക് ജീവനോപാധികൾ നിർമ്മിച്ചു നൽകുന്ന അടക്കമുള്ള വിഷയങ്ങളിൽ പ്രയോറിറ്റി നിശ്ചയിച്ചുകൊണ്ടാണ് സർക്കാർ മുന്നോട്ട് പോകുന്നതെന്നും മന്ത്രി മുഹമ്മദ് റിയാസ് പറയുന്നു. കേൾക്കാം അദ്ദേഹത്തിന്റെ വാക്ക്. വയനാട് ദുരന്തബാധിതർക്കുള്ള പുനരധിവാസം അതിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് നീങ്ങുന്നു. താൽക്കാലിക താമസം, പിന്നീട് സ്ഥിരമായ പാക്കേജുകൾ തുടങ്ങിയ ലക്ഷ്യങ്ങളാണ് മുന്നോട്ട് പോകുന്നത്. മിനിസ്റ്റർ കേന്ദ്ര സംഘം വന്നു, പിന്നാലെ പ്രധാനമന്ത്രിയും വന്നിരുന്നു. ഈ കേന്ദ്ര സഹായത്തിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനങ്ങളോ സൂചനകളോ ലഭിച്ചിട്ടുണ്ടോ? പോസിറ്റീവായി വരുമെന്നാണ് നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നത്. അധികം വൈകാതെ തന്നെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പ്രഖ്യാപനം ഉണ്ടാകും. പ്രധാനമന്ത്രി വളരെ പോസിറ്റീവായിരുന്നു. മുഖ്യമന്ത്രി ദേശീയ ദുരന്തമാക്കണമെന്ന് അദ്ദേഹത്തിൻ്റെ സംസാരത്തിൻ്റെ അവസാനം സൂചിപ്പിച്ചിരുന്നു. അതിതീവ്ര ദുരന്തത്തിൻ്റെ എല്ലാ പരിഗണനയും ഈ ദുരന്തവുമായി ബന്ധപ്പെട്ട് കേരള സംസ്ഥാനത്തിന് നൽകണമെന്ന് മുഖ്യമന്ത്രി അഭ്യർത്ഥിച്ചിരുന്നു. പ്രധാനമന്ത്രി അതിനെ എതിർത്തില്ല. പ്രധാനമന്ത്രി അതിനെ അനുകൂലിക്കുകയും എല്ലാ നിലയിലുള്ള പിന്തുണ ഉണ്ടാകുമെന്ന് പറയുകയാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അധികം വൈകാതെ കേരളം സമർപ്പിച്ച കാര്യങ്ങൾക്ക് പിന്തുണ നൽകുന്ന നിലയിൽ കേന്ദ്ര സർക്കാരിൻ്റെ പ്രഖ്യാപനമുണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. വിശദമായൊരു നിവേദനം നൽകാൻ പറഞ്ഞിരുന്നു. അങ്ങനെ ഒരു വിശദമായ നിവേദനം എന്ന് പറഞ്ഞാൽ ആദ്യം അതിൻ്റെ ഭാഗമായൊരു മെമ്മോറാണ്ടാണ് നൽകിയത്. പിന്നെ ഓരോ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളും യഥാസമയം സംസ്ഥാന സർക്കാർ നൽകും. ഈ 2000 കോടി രൂപയുടെ ഒരു പാക്കേജ് എന്നൊക്കെയുള്ള രീതിയിൽ പറഞ്ഞിരുന്നു. അങ്ങനെ വന്നാൽ എന്തായിരിക്കും ആദ്യ പ്രയോറിറ്റികൾ? 2000 കോടിയുടെ പാക്കേജ് അല്ല, റീകൺസ്ട്രക്ഷന് മാത്രം 2000 കോടിയാവും. സർക്കാർ സംവിധാനങ്ങൾ പരിശോധിച്ച് വെച്ചൊരു സാധനമാണ്. പുനർനിർമ്മാണത്തിന് വേണ്ടി മാത്രം 2000 കോടി. അതല്ലാതെ കുറേ ഉണ്ട്. ഡാർബേസ് ക്ലീനിങ്, മറ്റേത്, അതുപോലെ നമ്മുടെ ക്യാമ്പുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇങ്ങനെ തുടങ്ങി ഒരുപാട് മറ്റു കാര്യങ്ങളുണ്ട്. ഇതൊക്കെ വെച്ചുകൊണ്ട് 2000-ലധികം എന്തായാലും വേണ്ടി വരും. ആദ്യ പരിഗണന നൽകുന്നപ്പോൾ ഈ റീബിൽഡിംഗ് എന്നൊരു കൺസെപ്റ്റ്, റീബിൽഡിംഗ് വളരെ പ്രധാനമാണ്. റീബിൽഡിങ്ങിൽ തന്നെ മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി പലരുടെയും തൊഴിൽ നഷ്ടപ്പെട്ടു. അവരുടെ തൊഴിൽ സാധ്യതകളെ സംരക്ഷിക്കാൻ വേണ്ടി ഒരു സ്കിൽ ഡെവലപ്മെന്റ് സെന്റർ അവിടെ വേണം. അതുപോലെ തന്നെ കാലാവസ്ഥ ഒരു പ്രധാന പ്രശ്നമാണ്. കാലാവസ്ഥാ വ്യതിയാനം ലോകം നേരിടുന്ന ഒരു പ്രധാന പ്രശ്നമാണ്. ആ കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രയാസം നേരിടുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. ആ നിലയിൽ ഇതിനെക്കുറിച്ചൊരു നല്ല പഠനം നടക്കണം. അതിനിപ്പോൾ ഒരു സയൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് കേന്ദ്ര സർക്കാരിൻ്റെതും കേരളത്തിലുണ്ട്. അതിനെ കൂടുതൽ ശക്തിപ്പെടുത്തണം. ഈ കാലത്തിൻ്റെ പ്രയാസങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനനുസൃതമായി കാലാവസ്ഥാ കേന്ദ്രം ശാക്തീകരണം അനിവാര്യമാണെന്നുള്ളത് ചൂണ്ടിക്കാട്ടിയത് പൊതുവെ പ്രധാനമന്ത്രി അംഗീകരിക്കുകയായിരുന്നു. ശരി, ഈ നേരത്തെ നമുക്ക് പ്രളയമൊക്കെ ഉണ്ടായ കാലത്ത് വിദേശ രാജ്യങ്ങളൊക്കെ നമ്മളോട് വളരെ സൗഹാർദ്ദപൂർവ്വം നിൽക്കുന്ന ആളുകളാണ്. ഇത്തവണ അങ്ങനെ ആരെങ്കിലും ഒക്കെ സമീപിച്ചിട്ടുണ്ടോ? അത്തരം സഹായം അത് നമ്മൾ നോക്കാം. അതെങ്ങനെ വരുന്നു എന്ന് നോക്കിയിട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാം. കേന്ദ്ര സർക്കാരിൻ്റെ സഹായം നമുക്ക് ആദ്യം പ്രതീക്ഷിച്ച പോലെ എത്രയും പെട്ടെന്ന് കിട്ടും എന്ന് കരുതാം. ഈ താൽക്കാലിക പുനരധിവാസത്തിലേക്ക് ഏതാണ്ട് കടന്നു കഴിഞ്ഞു. താൽക്കാലിക പുനരധിവാസത്തിലേക്ക് ഏറെക്കുറെ കടന്നു കഴിഞ്ഞു. ഇപ്പോൾ വാടക വീടുകളിൽ ലിസ്റ്റ് ഔട്ട് ചെയ്തു. കലക്ടർ നേതൃത്വത്തിൽ സബ് കമ്മിറ്റിയെ തീരുമാനിച്ചു. 253 വീടുകൾ കണ്ടെത്തി. 100-ലധികം വീടുകളുടെ ഓഫർ വന്നിട്ടുണ്ട്. ക്യാമ്പുകളിൽ സർവേ ആരംഭിച്ചു. സർവേയുടെ ഭാഗമായി ഡീറ്റെയിൽഡ് ആയിട്ട് 14 ക്യാമ്പുകളിലെ 18 പേരുടെ ടീം സർവേ നടത്തിക്കൊണ്ട് ഏതൊക്കെ എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം ഓരോ വീടുകളുടെയും ഡീറ്റെയിൽസ് അവരിൽ സമർപ്പിക്കും. അവർക്ക് തിരഞ്ഞെടുക്കാം. ഒറ്റക്കുള്ളവരുണ്ട്, അവർക്ക് ഒറ്റക്കൊരു വീട്ടിൽ താമസിപ്പിക്കാൻ പറ്റില്ല. അവർക്കൊരു ലോക്കൽ ഗാർഡിയനായ ഒരു സർക്കാർ ജീവനക്കാരൻ തന്നെ ഉണ്ടാകും. അതുപോലെ മറ്റ് കാര്യങ്ങളിലും നല്ല ശ്രദ്ധയോടുകൂടി സർക്കാർ ഇപ്പോൾ ഇടപെട്ടുകൊണ്ടിരിക്കും. കൃത്യമായും മുൻഗണന നിശ്ചയിച്ച് തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. കേന്ദ്ര സർക്കാർ സഹായം ഉടൻ തന്നെ ലഭ്യമാവും. ഒരു പുനർനിർമ്മിതിയിലേക്ക് ഉടൻ കടക്കാനാവും എന്നൊരു പ്രതീക്ഷയിലുമാണ് സർക്കാർ ഉള്ളത്. യെസ്, മന്ത്രി മുഹമ്മദ് റിയാസിന്റെ വാക്കുകൾ അങ്ങനെയാണ്. വയനാടിന്റെ പുനർനിർമ്മാണം സംബന്ധിച്ച സംസ്ഥാന സർക്കാരിന്റെ തുടർ ആലോചനകളാണ്. അതിൽ ഏറ്റവും പ്രധാനം ഇപ്പോൾ ക്യാമ്പുകളിൽ കഴിയുന്നവരെ ഉടൻ തന്നെ വാടക വീട്ടിലേക്ക് മാറ്റും. അതിന്റെ പദ്ധതികളും ലിസ്റ്റ് ഔട്ടിംഗ് പൂർത്തിയാക്കി എന്ന് മന്ത്രി പറയുന്നു. ഒപ്പം ശാസ്ത്രീയ പരിശോധന ആവശ്യമാണ്. അതിന്റെ തുടർ നടപടികളാണ് ഇന്ന് വയനാട്ടിൽ നടന്നു വരുന്നത്. നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം. MS അനീഷ് കുമാറുണ്ട്. അനീഷ്, മന്ത്രി മുഹമ്മദ് റിയാസ് വ്യക്തമാക്കുന്നത് സർക്കാരിൻ്റെ ഇനി അങ്ങോട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഒരു ക്ലാരിറ്റിയാണ്. സർക്കാരിന് കൃത്യമായ ഒരു പദ്ധതി ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈ പുനർനിർമ്മാണവും ഒപ്പം ഈ ആളുകളുടെ പുനരധിവാസവും, ഈ രണ്ട് കാര്യങ്ങളിലും അല്ലേ?
തീർച്ചയായും 3 കാര്യങ്ങളാണ് ഇപ്പോൾ സർക്കാർ മുൻഗണന നൽകുന്നതെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് പറയുന്നു. ഒന്ന് പുനർനിർമ്മാണമാണ്, അതായത് ഈ നശിച്ചുപോയ ഇടങ്ങൾ ചൂരമലയും മുണ്ടക്കയും ഒക്കെ അടക്കമുള്ള ഇടങ്ങൾ പുനർനിർമ്മിക്കുക എന്നതാണ്. അത് ആ സ്ഥലത്ത് തന്നെ വീണ്ടും ഒരു പുനർനിർമ്മാണം നടക്കില്ല, മറ്റൊരു ടൗൺഷിപ്പ് ഇതിനായി വികസിപ്പിച്ചു കൊണ്ടുവരിക എന്നതാണ് സർക്കാരിൻ്റെ മുന്നിലുള്ള ആശയം. ഇതിനു മുമ്പായി തന്നെ ഇപ്പോൾ ക്യാമ്പുകളിൽ കഴിയുന്ന ആളുകളെ വളരെ പെട്ടെന്ന് താൽക്കാലിക താമസ സംവിധാനങ്ങളിലേക്ക് മാറ്റേണ്ടതുണ്ട്. കാരണം ഈ ക്യാമ്പുകളിൽ പ്രവർത്തിക്കുന്ന സ്കൂളുകളിലൊക്കെ അധ്യയനം നടന്നിട്ട് ഇപ്പോൾ ദിവസങ്ങൾ കഴിയുന്നു. ഒപ്പം ഒരു അഭയാർത്ഥി ക്യാമ്പ് പോലെ സ്ഥിരമായി ക്യാമ്പിൽ കഴിയുന്നത് ഈ അവിടെ കഴിയുന്ന ആളുകളുടെ ഒരു മാനസിക നിലയൊക്കെ ബാധിക്കുന്ന ഒരു സാഹചര്യം. അതുകൊണ്ട് ഒറ്റ വീടുകളിലേക്കും അടുത്തടുത്ത വീടുകളിലേക്കും ഒക്കെ ഇവരെ മാറ്റുകയാണ്. അതിനുള്ള വാടക വീടുകൾ കണ്ടു കഴിഞ്ഞു. നമുക്ക് അടക്കമുള്ള ഒരുപാട് കോളുകൾ ഇത്തരത്തിൽ വന്നിരുന്നു. ഇതൊക്കെ സർക്കാർ സംവിധാനങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് 1-2 ആഴ്ചക്കുള്ളിൽ തന്നെ ഈ നടപടിക്രമങ്ങൾ പൂർത്തിയാവും. അതാണ് 1ാം ഘട്ടത്തിൽ നടക്കുന്ന കാര്യങ്ങൾ. 2ാം ഘട്ടത്തിൽ ഇവർക്കൊരു തൊഴിൽ നൽകുക എന്നത് സർക്കാരിന് മുന്നിലെ പ്രധാന വെല്ലുവിളികളിലൊന്നാണ്. കാരണം ഈ ക്യാമ്പുകളിലാക്കി താമസിപ്പിച്ചതുകൊണ്ട് മാത്രം അല്ലെങ്കിൽ 10,000 രൂപ പ്രതിമാസം സർക്കാർ നൽകിയതുകൊണ്ട് മാത്രം ഇവരുടെ ജീവിതം മുന്നോട്ട് പോകാൻ കഴിയില്ല. അതുകൊണ്ട് ഇവർക്ക് ഉപജീവന മാർഗം ഒരുക്കി കൊടുക്കുക, സ്കിൽ ഡെവലപ്മെൻറ്റ് സെൻറ്റർ സ്ഥാപിക്കുക എന്ന കാര്യത്തിനാണ് സർക്കാർ 2ാമത് മുൻഗണന കൊടുക്കുന്നത്. കാരണം അവർക്ക് തൊഴിലുറപ്പാക്കിയാൽ പിന്നീട് അവരുടെ ജീവിതത്തിലേക്ക് അവർക്ക് സാവധാനമെങ്കിലും മടങ്ങി വരാൻ കഴിയും. 3ാമത്തെ സർക്കാരിൻ്റെ മുൻഗണന നിശ്ചയിച്ചിരിക്കുന്നത് ഈ കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ അടിക്കടി ഇത്തരത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യമുണ്ട്. പ്രളയമായും ഉരുൾപൊട്ടലായും മറ്റ് ഈ പ്രശ്നങ്ങളായും ഒക്കെ ഓരോ വർഷവും കേരളം വലിയ ഒരു ബുദ്ധിമുട്ടിലേക്ക് പോകുന്ന ഒരു സാഹചര്യം. അതുകൊണ്ട് കൃത്യമായി ഈ കാലാവസ്ഥാ വ്യതിയാനം പഠിച്ച ശേഷം ഏത് തരത്തിലുള്ള ഒരു ഭൂവിനിയോഗമടക്കമുള്ള കാര്യങ്ങളാണ് നടപ്പിൽ വരുത്തേണ്ടത് എന്ന കാര്യത്തെക്കുറിച്ചുള്ള വളരെ വിശദമായ ചർച്ചകളിലേക്ക് കടക്കും. ഒപ്പം ഇത്തരം ഈ ഉരുൾപൊട്ടലുകളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ ഉള്ള സാധ്യതകൾ മുൻകൂട്ടി കൃത്യമായി പ്രവചിക്കുന്ന, കൂടുതൽ കൃത്യതയോടെ പ്രവചിക്കാൻ കഴിയുന്ന ഒരു സ്ഥിരം സംവിധാനം ഏർപ്പെടുത്തേണ്ടി വരും. കാരണം ഈ പുനർനിർമ്മിതിയോടൊപ്പം അക്കാര്യത്തിൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ വയനാട് നിർമ്മിക്കുമ്പോൾ അടുത്ത ഒരുപക്ഷെ ഇടുക്കിയിലാവും ഉരുൾപൊട്ടലുണ്ട്, അല്ലെങ്കിൽ മലപ്പുറത്ത്. ഇത്തരത്തിലുള്ളൊരു സാഹചര്യം ഒഴിവാക്കാനുള്ള ഒരു നയരൂപീകരണത്തിലേക്ക് കേരളം കടക്കേണ്ടതുണ്ട്. എന്തായാലും അതിനും ഏറ്റവും വലിയ മുൻഗണന സർക്കാർ നൽകുന്നു എന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെ വാക്ക് നമുക്ക് മനസ്സിലാക്കാൻ അത് ശരിയാണ്. തുടരുക. IC